السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അവരുടെ അൽ കലിമു ത്വയ്യിബ് എന്ന ഒരു കിതാബ് ആണ്. അതിൽ നിന്നുള്ള ചില പ്രധാന ഭാഗങ്ങളാണ് ഇതിന്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത്. അൽ ഹദ്ദു അലാ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്ർ ചെയ്യുക, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിന് മേലുള്ള പ്രേരണ, അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് മേലുള്ള ആ വിഷയത്തിലുള്ള പ്രേരണ, ഹദ്ദ്. ചില ഖുർആൻ വചനങ്ങളാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. അല്ലാഹു തആല എന്ന് പറഞ്ഞിട്ട് കുറെ ആയത്തുകൾ കൊടുത്ത് കാണാം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. യാ അയ്യുഹല്ലദീന ആമനു, അലൈഹി സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹുവിന് തഖ്വ, അല്ലാഹുവിന് ഭയഭക്തിയുള്ളവരാവുക. വഖൂലു, നിങ്ങൾ പറയുക, ഖൗലൻ സദീദ, നല്ല വാക്ക്. യുസ്ലിഹ് ലക്കും അഅമാലക്കും, എങ്കിൽ അങ്ങനെ ചെയ്താൽ എന്താണ്? നിങ്ങളുടെ അമലുകൾ, നിങ്ങളുടെ കർമ്മങ്ങൾ അവൻ നിങ്ങൾക്ക് നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ ദുനൂബ്, പാപങ്ങൾ നിങ്ങൾക്കവൻ പുറത്തു തരികയും ചെയ്തു. അല്ലാഹു അഹ്സാബ് 70-71 ആയത്തുകളിൽപ്പെട്ടതാണ്. മറ്റൊരു ആയത്ത് കൊടുത്തിരിക്കുന്നത്, ഇതിൽ ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉഹു. അൽ കലിമു ത്വയ്യിബ് എന്നാണ് ഈ കിതാബിന്റെ പേര്. സൂറത്ത് ഫാത്തിർ 10-ാമത്തെ ആയത്തിൽ ഈ വചനം വരുന്നുണ്ട്. ഇലൈഹി, അവനിലേക്ക്, അള്ളാഹുലേക്ക്, യസ്അദു, കയറിപ്പോകുന്നു, അൽ കലിമു ത്വയ്യിബ്, ഉത്തമമായ വചനങ്ങൾ. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത് ഉത്തമമായ വചനമാണ്. വൽ അമലു സ്വാലിഹു, സൽക്കർമ്മം, യർഫഉഹു, അതിനെ ഉയർത്തുകയും ചെയ്യുന്നു. മറ്റൊന്ന് ഫദ്കുറൂനി അദ്കുർക്കും വഷ്കുറൂലി. അൽ ബഖറ 102-ാമത്തെ ആയത്തിന്റെ ഭാഗമാണ്. ഫദ്കുറൂനി, അതിനാൽ നിങ്ങൾ എന്നെ ദിക്ർ ചെയ്യുക, എന്നെ സ്മരിക്കുക. അള്ളാഹു പറയാൻ, അദ്കുർക്കും, എങ്കിൽ ഞാൻ നിങ്ങളെ ഓർക്കാം. അള്ളാഹുവിന് മറിയൊന്നുമില്ല ഇവിടെ, അർത്ഥത്തിലല്ല. വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യാം എന്ന്. അൽ ബഖറ 152-ാമത്തെ ആയത്തിന്റെ ഭാഗമാണ്. അടുത്തത് അൽ അഹ്സാബ് 41-ാമത്തെ ആയത്തിന്റെ ഭാഗം. അള്ളാഹു നിങ്ങൾ ഓർക്കുക, ദിക്റൻ കസീറ, ധാരാളമായ സ്മരണ. അൽ അഹ്സാബ് തന്നെ 35-ാമത്തെ ആയത്തിൽ സത്യവിശ്വാസികളെ കുറിച്ച് പറയണം. ആ കൂട്ടത്തിൽ അവരുടെ ഓരോ വിശേഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന പുരുഷന്മാർ, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന സ്ത്രീകളും. അഹ്സാബ് 35-ാമത്തെ ആയത്തിന്റെ ഭാഗമാണ്. മറ്റൊരായത്ത് ആല ഇംറാൻ 190-ാമത്തെ ആയത്തിന്റെ ഭാഗം. الذين يذكرون الله قياما وقعودا وعلى جنوبهم. الذين, ഒരു കൂട്ടർ, يذكرون الله, അള്ളാഹുവിനെ സ്മരിക്കുന്നവരാണ്, ദിക്ർ ചെയ്യുന്നവരാണ്, ഖിയാമൻ, നിന്നുകൊണ്ടും, വഖുഊദൻ, ഇരുന്നുകൊണ്ടും, വഅലാ ജുനൂബിഹിം, അവരുടെ പാർശ്വങ്ങളിലും, കിടന്നുകൊണ്ട്. സൂറത്തുൽ അൻഫാൽ 44-ാമത്തെ ആയത്തിന്റെ ഭാഗം. ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു വദ്കുറുല്ലാഹ കസീറ. യുദ്ധ സാഹചര്യത്തിലും ദിക്റാണ്. ഇദാ ലഖീതും ഫിഅതൻ, നിങ്ങൾ ഒരു വിഭാഗത്തെ, അതായത് ശത്രു വിഭാഗത്തെ കണ്ടുമുട്ടിയാൽ, ഇസ്ലാമിന്റെ, ഫസ്ബുതു, നിങ്ങൾ സ്ഥൈര്യം, ഉറച്ചു നിൽക്കുക. വദ്കുറുല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി നിങ്ങൾ സ്മരിക്കുകയും ചെയ്യുക. അൽ ബഖറ 200-ാമത്തെ ആയത്തിന്റെ ഭാഗം. فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا. فإذا قضيتم مناسككم, നിങ്ങളുടെ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയായാൽ, അത് കഴിഞ്ഞാൽ, നിർവഹിച്ചു കഴിഞ്ഞാൽ, ഫദ്കുറുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക, കദിക്രിക്കും ആബാഅക്കും, നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ സ്മരിച്ചിരുന്നത് പോലെ, ഔ അശദ്ദ ദിക്റ, അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായ രീതിയിൽ. അപ്പൊ പിതാക്കളെ സ്മരിക്കുന്ന രീതി അവർക്കുണ്ടായിരുന്നു, അതല്ല, അള്ളാഹുവിനെയാണ് സ്മരിക്കേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരായത്ത് അൽ മുനാഫിഖൂൻ 9.
ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. ലാ തുൽഹികും, നിങ്ങളെ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ, അംവാലുക്കും നിങ്ങളുടെ സ്വത്തുക്കൾ സമ്പത്ത്, വല ഔലാദുക്കും നിങ്ങളുടെ സന്തതികൾ, അൻ ദിക്രില്ലാഹ് അള്ളാഹുവിനെ സ്മരിക്കുന്നതിനെ തൊട്ട്. ഇപ്പോൾ സമ്പത്ത്, സന്താനം, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏർപ്പാടുകൾ അത് നിങ്ങൾക്ക് അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് വിലങ്ങ് ആകാതിരിക്കട്ടെ. സൂറത്ത് നൂർ 37-ാമത്തെ ആയത്തിൽ നിന്ന് റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാത്ത്. റിജാലുൻ, ഒരു കൂട്ടം ആളുകൾ ലാ തുൽഹീഹിം, അവരെ അശ്രദ്ധരാക്കുകയില്ല, തിജാറത്തുൻ വലാ ബൈഉൻ, കച്ചവടമോ ക്രയവിക്രയമോ ഒന്നും തന്നെ, അൻ ദിക്രില്ലാഹ് അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട്, വഇഖാമിസ് സ്വലാത്ത് നിസ്കാരം നിലനിർത്തുന്നതിനെ തൊട്ടും, വഇതാഇസ് സകാത്ത് സകാത്ത് കൊടുത്തു വിട്ടുന്നതിനെ തൊട്ടും. ഇപ്പൊ കച്ചവട ഇടപാടുകളൊക്കെ അവിടെ നടത്തും, പക്ഷെ അതൊന്നും അവരെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് നിന്നോ നിസ്കാരം നിലനിർത്തുന്നതിൽ നിന്നോ സക്കാത്ത് കൊടുക്കുന്നതിൽ നിന്നോ തടയുകയില്ല എന്നർത്ഥം. അതൊക്കെ എന്റെ മുറപ്രകാരം അവർ ചെയ്യും. മറ്റൊരായത്ത് അൽ-അറാഫ് 205-ാമത്തെ ആയത്തിൽ നിന്നുള്ള ഭാഗം واذكر ربك في نفسك تضرعا وخيفة ودون الجهر من القول بالغدو والآصال ولا تكن من الغافلين. واذكر ربك, താങ്കളുടെ റബ്ബിനെ താങ്കൾ സ്മരിക്കുക, ഓർക്കുക, ഫി നഫ്സിക, താങ്കളുടെ മനസ്സിൽ, തദർറുഅൻ വഖീഫതൻ, അതായത് വിനയത്തോടും ഭയത്തോടും കൂടി, തദറു വിനയം, ഖീഫത്ത് ഭയം, വദൂനൽ ജഹ്രി ഉറക്കെയല്ലാതെ ഉച്ചത്തിൽ ഭയങ്കര ശബ്ദത്തിൽ ദിക്റല്ലാണ്ട് ആവശ്യമില്ല, മിനൽ ഖൗലി ബിൽ ഉദുവി വൽ ആസ്വാൽ, അതായത് പ്രഭാതത്തിൽ രാവിലെയും പ്രദോഷത്തിലും, വലാ തകും മിനൽ ഗാഫിലീൻ, താങ്കൾ അശ്രദ്ധരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. ദിക്റിന്റെ ശ്രേഷ്ഠത അത് വിവരിക്കുന്ന ചില ഹദീസുകളാണ്. അൻ അബി ദർദാ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ദർദാ റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനം, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലിക്കും, നിങ്ങൾക്ക് ഞാൻ കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായത് പറഞ്ഞു തരട്ടെയോ, വഅസ്കാഹ ഇൻദ മലീകിക്കും, നിങ്ങളുടെ ഉടമസ്ഥൻ അതായത് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഉത്തമമായത് ഞാൻ പറഞ്ഞു തരട്ടെയോ, ഉത്തമമായത്, വഅർഫഇഹ ഫി ദറജാതിക്കും, നിങ്ങളുടെ പദവികളിൽ ഉയർത്തുന്നതും ആയിട്ടുള്ള കാര്യം, ഏറ്റവും ഉയർത്തുന്നതായിട്ടുള്ള കാര്യം, വഖൈരിൻ ലക്കും മിൻ ഇൻഫാഖിൽ ദഹബി വൽ വരിഖ്, സ്വർണവും നാണയങ്ങളും, അല്ലെങ്കിൽ വരിഖ് എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളിയാണ് ഉദ്ദേശിക്കുന്നത്, വരിഖ് നാണയത്തിനും പറയും, ഇവിടെ വെള്ളിയൊക്കെ ചെലവഴിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമമായത്, വഖൈരിൻ ലക്കും മിൻ അൻ തൽഖൗ അദുവക്കും, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കൾ കണ്ടുമുട്ടുന്നതിനേക്കാളും, കണ്ടുമുട്ടുക മാത്രമല്ല, ഫതദ്രിബു അഅനാഖഹും, എന്നിട്ട് നിങ്ങൾ അവരുടെ പിരടികളെ വെട്ടുന്ന, അതായത് അവരെ വധിക്കുന്നതിനേക്കാളും പുണ്യകരമായ. അപ്പം ഇസ്ലാമിന്റെ മാർഗത്തിലുള്ള ജിഹാദ്, പ്രതിരോധം എന്ന നിലക്ക് ഉള്ള ധർമ്മസമരം, അത് ഒരു വലിയ പുണ്യപ്രവൃത്തിയാണല്ലോ. അതിനേക്കാളും ഒക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വയദ്രിബു അഅനാഖഹും, അങ്ങനെ അഅനാഖക്കും, അവർ നിങ്ങളുടെ പിരടികളെ വെട്ടുകയും, അതായത് യുദ്ധത്തിൽ ചിലപ്പോൾ കൊല്ലപ്പെടുകയും ചെയ്യുമല്ലോ. ഖാലു, അപ്പൊ അതിനേക്കാളൊക്കെ ഉത്തമമായ ഒരു സംഗതി ഞാൻ പറഞ്ഞു തരട്ടെ എന്നാണ് ചോദിച്ചത്. ഖാലു, അപ്പൊ സഹാബാക്കൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ അള്ളാഹുവിന്റെ റസൂലേ. ഖാല ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ സ്മരിക്കലാണ്. തിർമുദി, ഇബ്നു മാജ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ഹദീസാണ്. ഹാക്കിം റഹിമഹുല്ലാഹ് ഇതിന്റെ പരമ്പര സ്വഹീഹാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഇവിടെ ദിക്റിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുകയാണ്. മറ്റുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ടതല്ല എന്നതിന് ആശയം ഇല്ല എന്നും കൂടെ മനസ്സിലാക്കുക. എല്ലാത്തിലും അള്ളാഹുവിന്റെ ദിക്ർ ഉണ്ടല്ലോ. അപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുക, അതും അള്ളാഹുവിന്റെ സ്മരണയോടുകൂടിയാണ്, അള്ളാഹുവിനെ സ്മരിക്കുന്നതോടുകൂടി ആയിരിക്കണം. അതിലും അള്ളാഹുവിന്റെ ദിക്ർ അടങ്ങിയിരിക്കണം. വഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഖൽ മുഫർരിദൂൻ, മുഫർരിദുകൾ മുൻകടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു.
ഖാലു, അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, വമൽ മുഫർരിദൂന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് ഈ മുഫർരിദീങ്ങൾ? ഖാല, അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സാകിറൂന അല്ലാഹ കസീറൻ വദ്ദാകിറാത്തി, ധാരാളമായി അല്ലാഹുവിനെ സ്മരിക്കുന്ന പുരുഷന്മാരും ദാക്കിറാത്ത് സ്ത്രീകളും, അതായത് അല്ലാഹുവിനെ സ്മരിക്കുന്ന ദിക്ർ ചെയ്യുന്ന സ്ത്രീകളും ആണ് എന്ന്. വദക്കറ അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ അന്ന റജുലൻ ഖാല, അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹു പരാമർശിച്ചിരിക്കുകയാണ്, പറയാണ്, ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ശറാഇഅൽ ഈമാനി ഖദ് കസുറത് അലയ്യ, ഈമാനിന്റെ കാര്യങ്ങൾ, അതായത് ഇസ്ലാമിന്റെ കാര്യങ്ങൾ എനിക്ക് ധാരാളമായി തോന്നുന്നു. ഫഅഖ്ബിർനി ബിശൈഇൻ അതസബ്ബതു ബിഹി, അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എനിക്ക് മുറുകെ പിടിക്കാൻ പറ്റുന്ന, സ്ഥിരമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം താങ്കൾ പറഞ്ഞു തന്നാലും. ഖാല, അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുത്തു, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹി തആല, അല്ലാഹു തആലയുടെ ദിക്ർ കൊണ്ട് നിന്റെ നാവ്, ലിസാൻ റത്ബ്, പച്ചയായിരിക്കുക, നനഞ്ഞതായിരിക്കുക എന്നുള്ളതാണ്. നനഞ്ഞതായിക്കൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നാവ് കൊണ്ട് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാം. നാവ് ഒഴിവുള്ളപ്പോഴൊക്കെ നാവ് കൊണ്ട് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ പറ്റുമ്പോഴൊക്കെ. ഹസനായ ഹദീസാണെന്ന് തിർമിദി റഹ്മത്തുള്ളാഹി പറഞ്ഞത്. വഅൻ അബീ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, മസലുല്ലദീ യദ്കുറു റബ്ബഹു, തന്റെ റബ്ബിനെ, അതായത് അള്ളാഹുവിനെ സ്മരിക്കുന്ന, ദിക്ർ ചെയ്യുന്നവന്റെ ഉദാഹരണം, വല്ലദീ ലാ യദ്കുറു റബ്ബഹു, അള്ളാഹുവിനെ ഓർക്കാത്തവന്റെയും ഉദാഹരണം എന്നത്, മസലുൽ ഹയ്യി വൽ മയ്യിത്തി, അത് ജീവിച്ചിരിക്കുന്നതിന്റെയും മരിച്ചവന്റെയും മയ്യത്തിന്റെയും ഉദാഹരണം പോലെയാണ്. ജീവിച്ചിരിക്കുന്നവനാണ് ദിക്ർ ചെയ്യുന്നത്, ദിക്ർ ചെയ്യുന്നവൻ ജീവിച്ചിരിക്കുന്നവനോടും ദിക്ർ ചെയ്യാത്തവനെ മരിച്ചവനോടുമാണ് ഉപമിച്ചിരിക്കുന്നത്. وعن أبي هريرة رضي الله عنه عن رسول الله صلى الله عليه وسلم قال, മറ്റൊരു ഹദീസ്, മൻ ഖഅദ മഖഅദൻ ലം യദ്കുരി അല്ലാഹ തആല ഫീഹ്, ഒരാൾ ഒരു സ്ഥലത്തിരുന്നു, ഒരു സഭയിൽ, ഒരു സദസ്സിൽ, അല്ലെങ്കിൽ ഒരു ഇരിപ്പ് സ്ഥാനത്ത്, അവിടെ അള്ളാഹുവിനെ സ്മരിച്ചില്ല, കാനത്ത് അലൈഹി മിനല്ലാഹി തആല തിറ, അവന് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള നഷ്ടമുണ്ട്. വമൻ ഇൽതജഅ മൗജഅൻ ലാ യദ്കുറുല്ലാഹ തആല ഫീഹ്, ഇനി ഒരു കിടപ്പ് സ്ഥാനത്ത് ഒരാൾ കിടന്നു, അവിടെ അള്ളാഹുവിനെ സ്മരിച്ചില്ല എങ്കിൽ, കാനത്ത് അലൈഹി മിനല്ലാഹി തിറ, അവന് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള തിറത്ത് ഉണ്ട്. തിറത്ത് എന്ന് പറഞ്ഞാൽ ഐ നഖ്സുൻ വതബിഅത്തുൻ വഹസ്റത്തുൻ, നഖ്സ് ന്യൂനതയാണ് തിറത്ത് ആണ്. തബിഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, ഉത്തരവാദപ്പെട്ട ഒരു കാര്യം ചെയ്യാത്തതിലുള്ള ബാധ്യത അല്ലെങ്കിൽ കുറ്റം ഒക്കെ. ഹസ്രത്ത് പറഞ്ഞാൽ നഷ്ടം, ദുഃഖം,